എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ഇപ്പോഴത്തെ വൈറലായിട്ടുള്ള ദുബായിലും സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിട്ടുള്ള ഒരു പൊറോട്ട ബർഗറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 250 ml ഈ ഒരു കപ്പിൽ 2.5 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ. ആ ഒരു 2.5 കപ്പ് അളവിൽ മൈദ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. ഇത് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം നമുക്ക് വരത്തില്ല. ലാസ്റ്റ് ഞാൻ പറയാട്ടോ എനിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമായിട്ട് വന്നെന്ന്. ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കയ്യിൽ ഇതുപോലെ കുറച്ച് ഓയിലാക്കിയിട്ട് നമ്മൾ കുഴച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആക്കി മാവ് ഇവിടെ ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മാവിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് അടച്ചു വെച്ച് കൊടുത്തൊരു 30 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 1 കപ്പ് വെള്ളമാണ് ഞാനിത് കുഴയ്ക്കാൻ വേണ്ടി എടുത്തിരുന്നത്. അപ്പോൾ അത്രയും വെള്ളത്തിൻ്റെ ആവശ്യം എനിക്ക് വന്നില്ല. ഇത് കണ്ടില്ലേ, കുറച്ച് ഇതുപോലെ വെള്ളം മിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കി നമ്മൾ ഈ ഒരു മാവൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 300 ഗ്രാം അളവിൽ ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലില്ലാത്ത ചിക്കനാണ്. ഈ ഒരു ചിക്കനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം വലിപ്പമുള്ള സവാളയുടെ പകുതി ഇതുപോലെ ചെറിയതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ചെറിയതായിട്ട് വേണം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തതും, ഇത് കുറച്ച് മല്ലിയിലയാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 1 ടീസ്പൂൺ അളവിൽ സോയാ സോസ് ആണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഡാർക്ക് സോയാ സോസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അതിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ഒരു ബ്രെഡ് എടുത്തിട്ട് ആ ഒരു ബ്രെഡ് ഇതുപോലെ വെള്ളത്തിലൊന്ന് മുക്കി അതിൻ്റെ ഒരു വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളയുക. അതിനുശേഷം ആ ഒരു ബ്രെഡും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരുപാട് പേസ്റ്റ് പരുവത്തിലങ്ങ് അരച്ചിട്ടെടുക്കരുത്. നിർത്തി നമ്മൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകുന്ന രീതിയിലൊന്ന് അടിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കൈ കൊണ്ട് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല എളുപ്പത്തിൽ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ കുറച്ച് സമയം. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് അളവിൽ മയോണൈസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ മയോണൈസോ കടയിൽ നിന്ന് വാങ്ങിച്ചത് ഏത് വേണമെങ്കിലും എടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും 1/2 ടീസ്പൂൺ അളവിൽ ഹോട്ട് സോസ് ആണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മസ്റ്റാർഡ് പേസ്റ്റ് ആണ്. പിന്നെ വേണ്ടത് ഗ്രീൻ ചില്ലി ഉപ്പിലിട്ടതാണ്. അതും കൂടി ഇതുപോലെ ചെറിയതായിട്ട് പീസായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു സോസ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മാവ് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ കുറച്ച് പൊടി നമുക്കൊന്ന് വെതറി കൊടുക്കാം. നമുക്കിതൊരു 4 എണ്ണമായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ 4 എണ്ണമായിട്ട് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം 4 ബോൾസ് ആക്കി നമ്മളൊന്ന് ഉരുട്ടിയിട്ട് എടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലേ, ഇതുപോലെ 4 ബോൾസ് ആക്കി ഞാനിവിടെ നിന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരെണ്ണം പരത്താൻ എടുത്തതിന് ശേഷം ബാക്കി ഇതുപോലെ അടച്ച് മാറ്റി വെച്ച് കൊടുക്കുക. ഇതുപോലെ കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് നല്ല നൈസാക്കി നമുക്ക് എത്രത്തോളം നല്ല കട്ടി കുറഞ്ഞത് പരത്താവോ അത്രത്തോളം നമ്മൾ കട്ടി കുറഞ്ഞ് വേണ്ടത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല നൈസായിട്ട് പരത്തിയെടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടത്തുള്ളൂ. നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് കട്ടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ നല്ല നൈസായിട്ട് എത്രത്തോളം നല്ല കട്ടി കുറഞ്ഞ് പരത്താവോ അപ്പോൾ അത്രയും നല്ല നൈസായിട്ട് വേണം നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പൊടി ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഓയിൽ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്കിത് പരത്തിയിട്ടെടുക്കാവുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല നൈസായിട്ട് ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നൈസായി പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്യുക. നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഓയിൽ എത്തുന്ന രീതിയിൽ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മൈദ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മൈദ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് തൂത്ത് കൊടുക്കുക ഫുള്ളായിട്ട്.
ഇനി ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പിസ്സ കട്ടർ വെച്ചിട്ടോ ഒക്കെ നമുക്ക് വരഞ്ഞു കൊടുക്കാവുന്നതാണ്. ഫുള്ളായിട്ട് നമ്മളൊന്ന് വരഞ്ഞെടുത്തതിന് ശേഷം ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരറ്റത്തേക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് കൂട്ടിക്കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി മടക്കി ഇങ്ങനെ എടുത്തിട്ട് ആ ഒരു അറ്റം അതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 3 കൂടെ നമുക്കൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ബാക്കി 3 ഇവിടെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചിക്കൻ പാറ്റീസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇത് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചിരുന്നതാണ് കുറച്ച് മുമ്പേ. അത് നമുക്ക് കയ്യിൽ നന്നായിട്ട് ഓയിലാക്കിയതിന് ശേഷം ഇതുപോലെ ആവശ്യത്തിന് കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ടെടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് പരത്തി പ്രസ് ചെയ്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പാക്കി നമ്മളൊന്ന് എടുക്കുക. എത്രത്തോളം കട്ടിക്കാണ് നമുക്കൊരു ചിക്കൻ പാറ്റീസ് വേണ്ടത് അതിനനുസരിച്ച് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിവിടെ കുറച്ച് കട്ടിക്കാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു കട്ടിക്കുള്ള ചിക്കൻ പാറ്റീസ് കഴിക്കാൻ അത്ര ഇഷ്ടമല്ലെങ്കിൽ അത്യാവശ്യം നൈസ് ആക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് റെഡിയാക്കിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ റൗണ്ടാക്കി ഇത് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മാവ് ഓരോന്നും എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലകിലോ ഇതുപോലെ കുറച്ച് ഓയിലൊന്നും ആക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയതായിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തി കൊടുക്കാം. ഇത് കണ്ടില്ല, ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്തൊന്ന് പരത്തിയിട്ടെടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാം തന്നെ നമ്മളൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ആ ഒരു 2 സൈഡ് നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. 2 സൈഡ് നന്നായിട്ട് മൊരിയിച്ചെടുക്കുന്നത് മാത്രമല്ല ഉള്ളിൽ നല്ല പോലെ തന്നെ വേഗം വേണം കേട്ടോ. അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് കൊടുത്ത് ആ ഒരു ഉൾവശം നല്ല പോലെ തന്നെ വേകാനുള്ള ഒരു സമയം കൊടുത്ത് തന്നെ വേണം നമ്മളിത് ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സൈഡും ഇതുപോലെ നമ്മളൊന്ന് വേവിച്ചിട്ടെടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് സൈഡൊക്കെ ഒന്ന് കുക്കായി വന്നതിന് ശേഷം ഇതുപോലെ നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ചിക്കൻ പാറ്റീസും കൊണ്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനുണ്ട്. അതും അത്യാവശ്യം ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഈ ഒരു ചിക്കൻ പാറ്റീസ് നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ചിക്കൻ്റെ ഉള്ളൊക്കെ നല്ല പോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടണം. അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ചിക്കൻ പാറ്റീസും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് ഉൾവശം നല്ല പോലെ തന്നെ വെന്തും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഓരോ സ്ലൈസിൽ ചീസ് വെച്ച് കൊടുക്കുകയാണ്. ചീസ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്ത് മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ആ ഒരു ചീസ് ഒന്ന് മെൽറ്റായി വരുന്നിടം വരെയാണ്. ചീസ് ഇതുപോലെ ഒന്ന് മെൽറ്റായി വന്നാൽ അത് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി ഈ ഒരു പാനിലേക്ക് കുറച്ച് സവാള ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വാട്ടിയിട്ടെടുക്കാം. ഒരു സ്വല്പം ഓയിലങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടില്ല, അത്യാവശ്യം ഇതുപോലെ ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്കും സവാളയും നമുക്കങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ പൊറോട്ട എടുത്തിട്ട് നമുക്ക് ഇതുപോലെ നടുക്കുന്നൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആദ്യം നമുക്ക് ആ ഒരു ബർഗർ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണുള്ള ബർഗർ സോസ് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ചിക്കൻ പാറ്റീസും ആ ഒരു ചീസും കൂടെ ഉള്ളത് അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഒരു ഒനിയനും അതുപോലെ തന്നെ ആ ഒരു ഗ്രീൻ ചില്ലി ഉപ്പിലിട്ടതും അതുപോലെ തന്നെ ആ ഒരു ബർഗർ ലീവ്സും കൂടെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു മുകൾ ഭാഗം വെച്ചിട്ട് ഇതുപോലെ നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിലും ദുബായിലൊക്കെ ഇപ്പോൾ വൈറലായിട്ടുള്ള ഈ ഒരു പൊറോട്ട ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കിത് വീട്ടിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായി കാണാം.